നമസ്കാരം, ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ബോധിനി ബഡ് സ്കൂളിലും ഭൂമിക പകൽ വീടിലും സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ QFA ഭാരവാഹികൾ നേതൃത്വം നൽകി. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധി ആണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. കൊല്ലം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 3 വർഷമായി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലെ അശരണരായവർക്കും പുതുതലമുറയിലെ കുട്ടികൾക്ക് സ്പോർട്സ് മേഖലയിൽ പ്രാമുഖ്യം നേടുന്നതിനുമായി വിവിധ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി ജനമനസ്സുകളിൽ ഇടം നേടിയ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ബോധിനി ബഡ് സ്കൂളിലും ഭൂമിക പകൽ വീടിലും സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ബോധിനി ബഡ് സ്കൂൾ PTA പ്രസിഡന്റ് പ്രദീപിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വന്നത് ഓഗസ്റ്റ് 15 ആ ഡേയിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഈ വർഷം ഓഗസ്റ്റ് 15 എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് ഉള്ളതുകൊണ്ടാണ്. QFA ജനറൽ സെക്രട്ടറി MR മനോജ് ബോസ് സ്വാഗതം ആശംസിച്ചു. കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സജീവ്, QFA ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ, QFA ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് ഷിബു മനോഹർ, എക്സിക്യൂട്ടീവ് അംഗവും സീനിയർ ഫുട്ബോൾ താരവും പരിശീലകനുമായ തങ്കച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ നിസാം, സിനിമാ സംവിധായകൻ കൊട്ടിയം ഷിബു, ബോധിനി ബഡ് സ്കൂൾ അധ്യാപിക ജ്യോതി ലക്ഷ്മി, രേഷ്മ റോബിൻ, ഫിസിയോതെറാപ്പിസ്റ്റ് സിന്ധു, ആയമാരായ സിന്ധു, രശ്മി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾക്ക് ദേശീയ പതാകയും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഭൂമിക പകൽ വീട്ടിൽ നടന്ന പരിപാടിയിൽ അമ്മമാർക്കൊപ്പം QFA അംഗങ്ങൾ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു. അമ്മമാർക്കും ദേശീയ പതാകയും മധുര പലഹാരവും വിതരണം ചെയ്തു. ഭൂമിക പകൽ വീട് കെയർടേക്കർ സുനിൽകുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.